ഇന്നും എൻ കനവിൽ ഞാൻ നിന്നെയുറക്കാൻ പോയി കണ്ണീർ ചൂടി ഏകാന്തതയിലൊരോർമ്മയുണർന്നതുപോലെ എൻ നീലാകാശം മറയാമഴവില്ലായി ഞാനലിയും കുളിരാ അതിലാതിരരാ ഒരാപത്ത് വരുമ്പോഴല്ലേ അമ്മയെ നമ്മൾ സഹായിക്കേണ്ടത്. എനിക്ക് പരിചയമുള്ള ആശുപത്രിയും ഡോക്ടർമാരും ഒക്കെയാ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തു. അല്ലാതെ നമ്മളാൽ കഴിയുന്ന സഹായം ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? സഹായിച്ച് ഒടുവിൽ കണ്ണുനീര് വരരുത്. നീ എന്തിനാ ഭാഗ്യം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നമുക്ക് നമ്മുടെ മക്കളിലുള്ള വിശ്വാസം കുറയുമോ? ഇവനവിടെ കേറി ഇറങ്ങി സഹായിച്ചോട്ടെ. പക്ഷെ അപ്പൂട്ടി ഓരോരുത്തർ അവസരങ്ങൾ നോക്കിയിരിക്കുക ഓരോന്ന് പറയാൻ. മോനെ, ഓപ്പറേഷൻ കൊണ്ട് ശരിപ്പെടുവോ? ഒന്നും തീർത്തു പറയാൻ പറ്റാത്ത അവസ്ഥയാ. ഓരോരുത്തർക്കും ദൈവം എന്താണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. നീ ചെന്ന് കുളിച്ചു വല്ലതും കഴിക്കാൻ നോക്ക്. ഒരുപാട് അലഞ്ഞിരിഞ്ഞിട്ട് വന്നല്ലേ. നീ ഓരോന്ന് പറഞ്ഞ അവന്റെ മനസ്സമാധാനം കളയണ്ട. എന്റെ ആദി കൊണ്ടല്ലേ. ആദി പിടിച്ചിട്ട് കാര്യമില്ല. വരാനുള്ളത് വരാം, വരാതിരിക്കാം. എന്താ? ഭയന്നുപോയി. ഞാൻ വന്നപ്പോ വാതിൽ തുറന്നെടുക്കായിരുന്നു. ആളനക്കില്ല. വാതിൽ തുറന്നു കിടന്നോ? സത്യം. അജയ് ലോക്ക് ചെയ്തത് ഞാൻ കണ്ടതാണല്ലോ. പൂട്ട് വീണിട്ടുണ്ടാവില്ല. ചില ദിവസം അവൻ അങ്ങനെയാ, ഔട്ട് ഓഫ് മൈൻഡാ. ചിലപ്പോ കാറ്റടിച്ചപ്പോ തുറന്നതായിരിക്കും. ഏതായാലും വാതിൽ തുറന്നൊന്നും അവനോട് പറയണ്ട. പറഞ്ഞാ അത് മതി അവൻ ടെൻഷൻ അടിക്കാൻ. എന്തെങ്കിലും ശല്യോ ബുദ്ധിമുട്ടോ ഉണ്ടോന്നറിയാനാ ഞാൻ ഇതുവഴി വന്നേ. അതേതായാലും ഭാഗ്യമായി അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. മാളവി കിടന്നോളൂ, കിടന്നോളൂ. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. നിന്റെ തള്ള എന്തൊരു ബഹളമായിരുന്നു. ഞാൻ വിചാരിച്ചു വരുമ്പോ തന്നെ മോന്റെ തലയെടുക്കുന്നു. വിശ്വേട്ടൻ എന്തിനാ ഓരോന്ന് പറഞ്ഞ അമ്മേ? എന്ത് പറഞ്ഞതാടി? ഇല്ലാത്തൊന്നും വിശ്വം പറഞ്ഞില്ലല്ലോ. കല്യാണം ഉറപ്പിച്ച പെണ്ണ് പഴയ കാമുകനെ ശുശ്രൂഷിക്കാൻ ആശുപത്രി കാവല് കിടക്കുന്നു. ഭാവി വരെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു വന്നു പെട്ടുപോയല്ലോ. ഇനി ഉള്ള നാണക്കേട് ഞാൻ കൂടെ ചുമക്കണ്ടേ? ഓരോരുത്തർ ചോദിക്കുമ്പോ എന്റെ തൊലി പൊളിയാ. വിശ്വേട്ടനോട് മാത്രമേ ആളുകൾ ചോദിക്കുന്നുള്ളൂ. എന്താണ് നിനക്ക് ഇത്ര സംശയം? നിന്റെ കുടുംബക്കാരെ പോലെ വിശ്വം വെറും വാക്ക് പറയില്ല. എന്തിനാ ഇങ്ങനെ നാഴിക്ക് 40 വട്ടം കുടുംബക്കാരെ പറയുന്നേ? ഒരിറ്റ ചവർപ്പ് നോയി പറ്റിയാലേ അത് തുപ്പിക്കളേണ്ടേടി. 100 വട്ടം തുപ്പിയാലും അത് ചിലപ്പോ തീരില്ല. ഞാൻ അന്നേ പറഞ്ഞതായിരുന്നു എനിക്ക് ഒമ്പത്തെ പെണ്ണൊന്നും വേണ്ട. മാനം മര്യാദ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നായിരുന്നെങ്കിൽ ഉള്ളതുകൊണ്ട് അനത്തി കുടിച്ച് സ്വസ്ഥമായിട്ട് കഴിയായിരുന്നു. ഇതിപ്പോ ഇങ്ങോട്ട് വല്ലതും കിട്ടിയോ? അതുമില്ല. നാണക്കേട് കാരണം പുറത്തിറങ്ങാനും വയ്യതായി. അത്രയ്ക്ക് നാണക്കേടാണെങ്കിൽ ആണെങ്കി പറയടി. എന്നെ അങ്ങ് ഉപേക്ഷിച്ചു കള. കൊച്ചും കുട്ടിയൊന്നും ഇല്ലല്ലോ കാലിച്ചങ്ങനെ പോലെ കിടക്കാൻ.
അപ്പൊ അതാണ് നിന്റെ മനസ്സിരിപ്പല്ലേ? നിന്നെ കെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ട് ഇത്രനാളും ചെലവിനും തന്ന് നിന്റെ വാക്കുകേട്ട് ഉണ്ടായിരുന്ന വീടും വലിച്ചു പൊളിച്ചിട്ട് ഇനിയിപ്പൊ നിന്നെ അങ്ങ് ഉപേക്ഷിക്കാൻ ഇല്ലടി. എന്റെ ഈ കൊക്കി ജീവനുള്ള കാലം നിന്റെ ആ മോഹം നടക്കില്ല. വേറൊരുത്തിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ പോലും നിന്നെ ഞാൻ അങ്ങനെ വിടില്ല. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യുന്ന? നിന്നെ എനിക്ക് വേണം. കാര്യങ്ങൾ ഏതു വഴിക്ക് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണീരും ചോരയൊക്കെ കാണുമ്പോ സ്വത്തും പണവും താനേ വരും. എല്ലാം കൈയടക്കി വച്ചിരിക്കുന്ന പൂന്തോട്ടത്തിലെ കടൽക്കിഴവന്റെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടടി. എപ്പോഴും ഓരോന്ന് പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല. അതേ സ്വാതന്ത്ര്യത്തോടെ എന്നോടും പറയാം. എനിക്കിങ്ങനെ ഒരുപാട് ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഉള്ളതിൽ ചിലത് എന്നോടും പറയാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് തിക് ഫ്രണ്ട്സാ. അജയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഞങ്ങൾ തമ്മിൽ മുതലാളി തൊഴിലാളി ബന്ധമാ. അതവൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നാലിത് ഞാൻ പറഞ്ഞു എന്ന് മാളവികയുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി. ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ മരുന്നുകളുടെ കമ്പനിയിൽ എന്റെ പപ്പായ്ക്ക് മേജർ ഷെയർ ഉണ്ട്. മമ്മിയും പപ്പയൊക്കെ അങ്ങ് ബാംഗ്ലൂരില. ഇവിടെ ഇതും പിന്നെ കുറെ പ്ലാന്റേഷനും ഉണ്ട്. അത് നോക്കി നടത്തി ഞാൻ ഇവിടെയും. മാളവിക ആദ്യം വന്നതിന്റെ അന്ന് ഞാൻ അങ്ങായിരുന്നു. അല്ല, മാളവിക ഒന്നും പറയുന്നില്ലല്ലോ. ഇത്തരം വിശേഷങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ഓക്കെ ഓക്കെ. എന്നാൽ ഒരു കാപ്പിയോ ഒരു ഗ്ലാസ് വെള്ളമോ തന്നൂടെ? അല്ല, ഈ സാരി സോറി മാളവിക, റിയലി സോറി. പറയുമ്പോ രോഷം കൊണ്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ കണ്ട പെമ്പിള്ളരെയും കൊണ്ട് കറങ്ങിടക്കുന്നത് കുടുംബത്തിൽ പിറന്നവർക്ക് പറ്റിയ പണിയല്ലെന്നാ ഈ വിശ്വന്റെ അഭിപ്രായം. ആ അഭിപ്രായം മാറ്റാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് സ്വന്തം ജീവിതത്തിൽ മതി. എന്റെ കാര്യത്തിൽ വെറുതെ ഇടപെടണ്ട. ഇങ്ങനെ നിന്റെ കാര്യം മാത്രമാക്കി തള്ളാൻ പറ്റില്ലല്ലോ. നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയിരിക്കുന്നേ. അപ്പൊ നീ ഉണ്ടാക്കുന്ന മണവും നാറ്റവും ഒക്കെ എന്നെ കൂടെ ബാധിക്കും. അത്രയ്ക്ക് പേടിയുള്ളവരെ ഇങ്ങനെ ഭാര്യ വീട്ടിൽ കഴിയാതെ സ്വന്തം വീട്ടിൽ പോയി താമസിക്കണം. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ നീ ആശിക്കല്ലേ. പറഞ്ഞ പണം കിട്ടുന്നവരെ വിശ്വനാഥൻ ഇങ്ങനെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഏർപ്പാടുകൾ അന്തസ്സായിട്ട് തീർത്താ വളരെ അന്തസ്സായിട്ട് വിശ്വനങ്ങ് പോകും. ഇല്ലെങ്കിൽ ചിലപ്പോഴേ ചില്ലറ ഉപദ്രവങ്ങളൊക്കെ കാണേണ്ടി സഹിക്കേണ്ടി വരും. അപ്പൊ പെങ്ങളെ കണ്ണീര് കാണുമ്പോ സങ്കടം വരരുത്. നിങ്ങളുടെ ഭാര്യയായത് എന്റെ ചേച്ചിയുടെ ദുർവിധിയാ. നിന്റെ പെങ്ങൾക്ക് പിന്നെ ദേവേന്ദ്രൻ വരുമായിരുന്നു. നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഒരു ആർത്തി ഓഫീസുകാരൻ വെറും മോശക്കാരനാണെന്ന്. ദേ ഇങ്ങോട്ട് നോക്ക്. നല്ല ഒത്ത ശമ്പളവും പിന്നെ മണിമണിയായി കിമ്പളവും കിട്ടും. കാശുണ്ടെന്ന് വെച്ച് മനുഷ്യനാവില്ല. എന്തോ അപ്പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? ഞാൻ മനുഷ്യനല്ലാന്ന്. എങ്ങാണ്ടൂന്ന് ഒരുത്തി വലിഞ്ഞേറി വന്നപ്പോഴാടാ ഞാൻ മനുഷ്യനല്ലാതായത്. പറയടാ, നിന്റെ ജീവിതം തന്നെ തേർക്കുന്ന ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളൊന്ന് ഒട്ടിച്ചേർന്നിരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ അത്ര ചെറിയ ബന്ധുവൊന്നും അല്ലാന്ന്. പിന്നെ അവളുടെ തളർച്ചയും ക്ഷീണവും സംഗതിയെ ആർക്കും പിടികിട്ടൂടാ. എന്തിനാ ഇത്രത്തോളൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നേ? ആണുങ്ങളാവുമ്പോ ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടാവും. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അപ്പൊ ക്ലോസ് ചെയ്ത് വിട്ടേക്കണം. പിന്നെ ആൾക്കൂട്ടത്തിൽ കണ്ടാ പോലും അറിയരുത്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അതുകൊള്ള ഒന്നും അറിയാത്ത പോലെ. അളിയ, ഇനി അധികകാലം ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അവളൊന്ന് ചുവട് മാറ്റിയ സംഗതി പീഡന കേസാ. ടിവിയിലും പത്രത്തിലും ഒക്കെ ചറപറാന്ന് വാർത്ത വരും. പിന്നെ പോലീസും കോടതിയും നാറ്റ് കേസാ. ദേ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്യാണം മുടങ്ങുവേ. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നീ എന്നെ പരിഹസിക്കാൻ പറഞ്ഞതാണെങ്കിലും എനിക്ക് സമാധാനമില്ല. ആ കല്യാണം ഒന്ന് നടന്ന് അളിയം വഴി ആ സ്വത്തിന്റെ പകുതിയെങ്കിലും എന്റെ കയ്യിൽ വന്ന് ചേരുന്നത് വരെ എനിക്ക് ടെൻഷനാ.
ഏതായാലും ആ ചെറുക്കൻ ആക്സിഡന്റായി കിടപ്പായത് നന്നായി. ഇല്ലെങ്കിൽ അവക്ക് പിന്നെ അവന്റെ മേലെ ആശയെങ്ങാനും തോന്നിയാലോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. ഇനിയിപ്പൊ കല്യാണം കഴിയുന്നതുവരെ അവനെ കൊണ്ടുള്ള ശല്യമില്ലല്ലോ. ഇത്രയ്ക്ക് വൃത്തികിട്ടൊരു മനസ്സ് ഒരാൾക്ക് അപകടം വരുമ്പോഴാണോ സന്തോഷിക്കുക? ചില അപകടങ്ങളിൽ ചിലർക്ക് ഗുണമായിട്ട് വരുവളിയാ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളുടെ ഉള്ളിലെ വൃത്തികെട്ട ചോരക്കൊതിന്റെ രൂപം കാണുമ്പോ എനിക്ക് വെറുപ്പാ, ഹറപ്പാ. എനിക്ക് നിന്റെ സ്നേഹമൊന്നും വേണ്ടടാ. കാശാണ് ഇപ്പൊ വിശ്വനാഥന് വലുത്. അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട കളിയും ഞാൻ കളിക്കും. നീ നോക്കിക്കോ. നാണമില്ലടാ എന്റെ മുന്നിൽ വന്നത് പറയാൻ. ഒരു പെണ്ണിനെ തൂക്കിയെടുക്കാൻ പറ്റാത്ത വീരശൂര പരാക്രമി പോടാ എന്റെ മുമ്പിൽ നിന്ന്. അച്ഛാ, അത് ഞാൻ അവന്മാരോട് പറഞ്ഞതാ വേണ്ടത്. മിണ്ടരുത്. നടക്കാത്ത കാര്യത്തിന് 100 കാര്യങ്ങൾ നിർത്താനുണ്ടാവും നിനക്ക്. എന്തിനാടാ നീ ഇന്ന് അവന് ബലിയിടാൻ പോയത്? ഒരു ഉരുള ചോറില് അവന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താനോ? കഴിയില്ലടാ. ദാഹിച്ചു വലഞ്ഞ് എന്റെ മോന്റെ ആത്മാവ് ഇപ്പൊ അലയുന്നുണ്ടാവും. അതിന് തൃപ്തി വരണമെങ്കിലേ അവളെ കിട്ടണം. അവളുടെ കണ്ണീരും കരച്ചിലും കൊണ്ട് ഉദയക്രിയ ചെയ്താലേ എന്റെ മകന് തൃപ്തി ഉണ്ടാവൂ. എന്തിനിങ്ങനെയൊക്കെ പറയുന്നേ? മക്കൾ എന്തിനെങ്കിലുമൊക്കെ എടുത്തു ചാടിയാലും പറഞ്ഞു തിരുത്തേണ്ടത് നമ്മളല്ലേ? പറയലും തിരുത്തലൊന്നും ഈ കാര്യത്തിലില്ല. ഇനിയും ദുരന്തങ്ങൾ വരുത്തി വെക്കാനാണോ? കിടപ്പാണെന്നൊന്നും വിചാരിക്കണ്ട. കാരണം കുറിക്കൊന്നും വച്ചിരും ഞാൻ. ഒടിഞ്ഞു തൂങ്ങിയ കൊടിമരം പോലെ നിൽക്കാതെ പറയടാ. നിന്നെ കൊണ്ടത് പറ്റുമോ? ഞാൻ അവന്മാരെ കാണുന്നുണ്ട്. നീ കണ്ടും കേട്ട് വരുമ്പോ അവളവിടെ പാട്ടിന് പോയി കഴിയും. ഞാൻ തന്നെ ഇറങ്ങാം. എന്റെ വീഴ്ചയുടെ ഇങ്ങോട്ട് എടുക്ക്. എന്നിട്ട് എന്നെ തൂക്കിയെടുത്ത് അതിലോട്ട് ഇട്. കാലനങ്ങിയില്ലെങ്കിലും ഈ തമ്പിയുടെ മനസ്സ് ചത്തിട്ടില്ലടാ. കൊണ്ടുവാടാ. വേണ്ട, ഇപ്പൊ ഞാൻ ജീവനോടെ ഉണ്ടല്ലോ. അച്ഛന്റെ ചലിക്കാത്ത കാലും മനസ്സും ഇപ്പൊ ഞാനാ. ഇല്ലെങ്കിൽ എന്റെ കൈത്തോക്കിൽ നിന്ന് ഉണ്ട വായിച്ച് നീ എന്റെ ജീവൻ എടുക്കേണ്ടി വരും. തോറ്റുപോയൊരു അച്ഛനായി ജീവിക്കാൻ ഈ തമ്പിക്ക് പറ്റില്ല. മോനെ, എന്താ അമ്മേ? മോനെ, നീയും അച്ഛന്റെ വഴിക്ക് തന്നെയാണോ? അതെ, അതാണ് ശരിയെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല. തോന്നണം. ഞങ്ങളെ നൊന്തുപെറ്റ അമ്മയ്ക്ക് അങ്ങനെ തോന്നാവൂ. അമ്മയ്ക്ക് വേദനയാ മോനെ. ഒരു മകൻ നഷ്ടപ്പെട്ടപ്പോഴും അതിനെ തുടർന്ന് നിങ്ങൾ കാണിക്കുന്ന ദ്രോഹങ്ങൾക്കും അമ്മയ്ക്ക് തോന്നുന്നത് വേദന മാത്രമാ. മകൻ നഷ്ടപ്പെട്ടതിന് മാത്രം മതി വേദന. മോനെ, ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു പേടിക്കുക അമ്മ. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയോട്. പെൺശാപം ദുർവിധി പോലെ പിന്തുടരും മോനെ. അതൊക്കെ പഴങ്കഥ. അമ്മ അതും പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിന് പറ്റില്ല. എന്റെ അനിയൻ വേർപെട്ടതിന്റെ വേദന ഇപ്പോഴും ഈ നെഞ്ചിലുണ്ട്. അതിന് വീണ്ടും ദ്രോഹങ്ങൾ ചെയ്യുകയാണോ വേണ്ടത്? അല്ലെന്നാ മോനെ എന്റെ വിശ്വാസം. അതമ്മയുടെ വഴി. ഉള്ളിലെല്ലാം ഒതുക്കി അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല. നീ എന്ത് ചെയ്താലും നഷ്ടപ്പെട്ട അവനെ തിരിച്ചു കിട്ടുമോ? കണ്ടു കൊതി തീരും മുമ്പേ നഷ്ടപ്പെട്ടു പോയ എന്റെ പൊന്നുമോന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയാനിടയാകരുത്. ഇല്ല, അവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ പെണ്ണിനെ അമ്മയ്ക്കറിയാം അല്ലെ? എനിക്കോ? എനിക്കെങ്ങനെ അറിയാനാ? വേണ്ടമ്മേ, കള്ളം പറയാൻ എന്റെ അമ്മയ്ക്ക് അറിയില്ല. മനസ്സിലുള്ളത് ഈ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. അങ്ങ് ഗൾഫിൽ കിടന്ന ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാവും അമ്മ ഇപ്പൊ ചിന്തിക്കുന്നത്. പറയാമേ, എന്റെ കിരണിനൊപ്പം അമ്മ അവളെ കണ്ടത് എവിടെ വെച്ചാ? ഇവിടെ, ഈ വീട്ടിൽ വെച്ച്. ഈ വീട്ടിൽ വെച്ചു?
മോനെ. അമ്മേ, ഇതാ മാളവിക. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്റെ മോനെ, നീ അച്ഛനെങ്ങാനും ഇതറിഞ്ഞാൽ? അമ്മ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. അറിയുമ്പോ ഒരു ഷോക്ക്, പിന്നെ അതങ്ങ് ആർത്തിണക്കും. എന്റെ അച്ഛനല്ലേ, എന്നെ വിഷമിപ്പിക്കും അമ്മേ. ആ സ്വഭാവം എന്റെ മോൻ അറിയില്ല. ഒപ്പം ജീവിച്ച് എല്ലാം കണ്ടറിഞ്ഞവളാ അമ്മ. സ്നേഹിച്ച നക്കിക്കൊല്ലും, വെറുതെ അറുത്തു കൊല്ലുമെന്ന് പറഞ്ഞ മട്ട. ഈ കുട്ടിയുമൊത്ത് എന്റെ മോൻ ജീവിക്കുന്നതിൽ അമ്മയ്ക്ക് സന്തോഷേ ഉള്ളൂ. നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കോ. എന്റെ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ കൊച്ചിനെയും കൊണ്ട് നീ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. അമ്മയ്ക്ക് ഓരോന്ന് കണ്ട് വേദനിക്കാൻ വയ്യ. അച്ഛനോട് അമ്മ എല്ലാ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. പൊയ്ക്കോ, പൊയ്ക്കോ മോനെ. അങ്ങനെ ഇവിടുന്ന് പോയതാ. പിന്നീട് അറിയുന്നത് അവന്റെ മരണ വാർത്തയാ.